ഹായ് ഫ്രണ്ട്സ്, ന്യൂ വയനാട് കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കുന്നത്. സൂപ്പർ ടേസ്റ്റിലൊരു മാങ്ങ അച്ചാർ. ഇതിൽ വെള്ളവും വിനാഗിരിയും ചേർക്കുന്നില്ല. മാങ്ങ അച്ചാർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, പിന്നെ ഇങ്ങനെയേ അച്ചാർ ഉണ്ടാക്കൂ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ വളരെ ഈസിയായി കൊതിയൂറും മാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. 2 വലിയ മാങ്ങ, നല്ലവണ്ണം മൂത്ത് പഴുക്കാറിയ മാങ്ങയാണ്. 1 സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത്, 1 സ്പൂൺ വെളുത്തുള്ളി തൊലി കളഞ്ഞ് നെടുകെ കീറിയത്, പച്ചമുളക് 2 സ്പൂൺ ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില കുറച്ച്, ഉപ്പ് പാകത്തിന്, കാശ്മീരി മുളക് പൊടി 2 സ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ, അച്ചാർ പൊടി 2 സ്പൂൺ, കടുക് 1/2 സ്പൂൺ, നല്ലെണ്ണ 200 ഗ്രാം. മാങ്ങ കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തത്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. സ്റ്റൗ കത്തിച്ച് പാൻ വയ്ക്കാം. പാൻ ചൂടായതിനു ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കൊത്തിയരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും കറിവേപ്പിലയിട്ട് നല്ലതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. എല്ലാം വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് അച്ചാർ പൊടിയും കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി എന്നിവയിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മാങ്ങയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൽ പഞ്ചസാര കൂടി ചേർക്കാം. ഞാനിത് ചേർക്കുന്നില്ല. ഇത് ചെനച്ച മാങ്ങയാണ്, മൂത്ത് പഴുക്കാറിയ മാങ്ങയാണ്. അതുകൊണ്ട് മധുരമുണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാര ചേർക്കാത്തത്. നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വിനാഗിരിയും വെള്ളവും ചേർക്കണ്ട. മാങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. നല്ലൊരു ജാറിലിട്ട് വെക്കാം. ഒരാഴ്ച കഴിഞ്ഞാൽ ചോറിനൊപ്പവും കഞ്ഞിയുടെ കൂടെയും കഴിക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്, വായിൽ കപ്പലടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ഓക്കെ.